ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് ആദരവോടുകൂടി എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 20-ാം തീയതി 355-ാമത്തെ ദിവസത്തിലെത്തി. 12 ദിനങ്ങളേ ഉള്ളൂ ഇനി ആണ്ടിൽ അവശേഷിക്കുന്നത്. ക്രിസ്തുമസിൻ്റെ തൊട്ട് മുമ്പുള്ള ഞായർ ദിനം കൂടിയാണ് ഇന്ന്. അധിക ദിവസങ്ങളൊന്നുമില്ല ക്രിസ്തുമസിൻ്റെ നല്ലൊരു അനുഭവത്തിലേക്ക് പ്രാർത്ഥനയോടും വിശുദ്ധിയോടും കൂടി ഏതൊരാൾക്കും പ്രവേശിക്കുവാനായിട്ട്. TS എലിയട്ടിൻ്റെ ഏറെ ഹൃദ്യമായ ഒരു കവിതയാണ് ദ ജേർണി ഓഫ് മാഗി. കിഴക്ക് നിന്നുള്ള 3 ജ്ഞാനികൾ ആകാശത്ത് തെളിഞ്ഞ നക്ഷത്രം നൽകിയ സൂചന അനുസരിച്ച് ബേത്ലഹേമില് യേശുക്കുഞ്ഞിനെ കാണാൻ നടത്തുന്ന യാത്രയാണ് ഈ കവിതയിലെ പ്രമേയം. പാതി വഴിക്ക് ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള യാത്രയുടെ ക്ലേശപൂർണവും മനം മടുപ്പിക്കുന്നതുമായ അലച്ചിലുകൾക്കൊടുവിൽ അവർ ബേത്ലഹേമിൽ എത്തുന്നുണ്ട്. പിള്ളക്കച്ചയിൽ ഇങ്ങനെ ഉറങ്ങുന്ന യേശുക്കുഞ്ഞിനെ കണ്ട് അവർ ഇങ്ങനെ പറയുന്നതായി TS എലിയട്ട് എഴുതുന്നുണ്ട്. ഇതാ ഞങ്ങൾ ഒരു പുതിയ ജനനം കണ്ടിരിക്കുന്നു. മരണാത്മകമായ വിഭ്രാന്തിയിലേക്കും മനക്ലേശത്തിലേക്കും ഈ ജനനം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ജന്മദേശത്തേക്ക് തിരിച്ചെത്തുമ്പോൾ പഴയതൊന്നുമായി ഞങ്ങൾക്കൊരിക്കലും ഇനി ചേർന്നു പോകാനായിട്ട് ആവത്തില്ല. ഞങ്ങളിതാ മരിച്ചിരിക്കുന്നു, അതിൽ ഞങ്ങൾ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുമസ് ഒരു പുനഃപിറവിയിലേക്കുള്ള ക്ഷണവും കൂടിയാണ്. ഒരു 2ാം ജനനത്തിലേക്കുള്ള ക്ഷണം കൂടിയാണ്. പിള്ളക്കച്ചയിലെ യേശുക്കുഞ്ഞിൻ്റെ ദർശനം ആഹ്ലാദമായി മാറുന്നത് പഴയ ജീവിതവുമായി ഇനി ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്ത വിധം പുതിയ മനുഷ്യരായി ഓരോരുത്തരും മാറുമ്പോഴാണ്. യേശുവിനെ കണ്ടവർ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ അടയാളമാണ് എലിയട്ടിൻ്റെ 3 ജ്ഞാനികൾ ദ ജേർണി ഓഫ് മാഗി എന്ന കവിതയിലെ കഥാപാത്രങ്ങളുടെ ജീവിത അനുഭവത്തിലൂടെ വിവരിക്കുന്നത്. യേശു ദർശനത്തിന് ശേഷം സ്വദേശത്തേക്ക് മടങ്ങുന്ന അവരെക്കുറിച്ച്, ഈ ജ്ഞാനികളെക്കുറിച്ച് വിശുദ്ധനായ മത്തായി ശ്ലീഹായി എഴുതുന്നുണ്ട്. സ്വപ്നത്തിൽ ലഭിച്ച സന്ദേശമനുസരിച്ച് അവർ മറ്റൊരു വഴിക്ക് മടങ്ങിപ്പോയി എന്നാണ്. അവർ വഴി മാറി സഞ്ചരിച്ചു. അത് വെറും ഭൂമിശാസ്ത്രപരമായ അർത്ഥത്തിൽ മാത്രം എടുക്കേണ്ട ഒന്നല്ല. അതിനേക്കാളും ഉയർന്ന തലത്തിലൊരു ആത്മീയ മാനം കൂടിയുണ്ട്. യേശുക്കുഞ്ഞുമായുള്ള കൂടിക്കാഴ്ച അവരുടെ ജീവിതത്തിൻ്റെ വഴികളെ തന്നെ തിരിച്ചു കളഞ്ഞു എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ സ്വാർത്ഥതയുടെയും പകയുടെയും ആസക്തികളുടെയും ഒക്കെ വഴികളിലൂടെ ആയിരിക്കാം ഇതുവരെ നമ്മൾ ഓരോരുത്തരും സഞ്ചരിച്ച് വന്നത്. എന്നാൽ ഇപ്പോൾ മുതൽ പാപത്തിൻ്റെ നിഴൽ വീണ വഴികൾ വിട്ട് പുതിയൊരു വഴി, യഥാർത്ഥ ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് തുറന്നു കിട്ടുകയാണ്. അപ്പോൾ പഴയ വഴികൾ ഉപേക്ഷിക്കാൻ ജ്ഞാനികളെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സ്വപ്നത്തിലൂടെയുള്ള ഇടപെടലാണ്. അതിനോടും ആ ജ്ഞാനികൾ തങ്ങളുടെ അറിവിൻ്റെ ബലം വെച്ച് വാശി പിടിക്കുകയോ ശാഠ്യം പിടിക്കുകയോ ചെയ്യാതെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉറക്കത്തിൽ സ്വപ്നത്തിലൂടെ ഉണ്ടായപ്പോഴും വിധേയപ്പെട്ട് അനുസരിക്കുന്ന ചിത്രം നമുക്ക് കുറെ കൂടി പ്രചോദനം തരുന്ന, നമ്മളെ കുറെ കൂടി പ്രകാശിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ക്രിസ്തുമസിൻ്റെ നല്ല അനുഭവത്തിനായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിച്ച് ഇനിയുള്ള കുറച്ചു ദിനങ്ങളെ ഏറ്റവും ഭംഗിയുള്ളതാക്കാം. പ്രാർത്ഥനയോടെ ആമേൻ.